നല്ല വെയിലത്ത് നിങ്ങോട്ട് കയറിയപ്പോൾ എന്തൊരു സുഖം, എന്തൊരു ആശ്വാസം, എന്തൊരു സമാധാനം. വീണ്ടും വെയിലത്തേക്ക്. ഹായ് ഹലോ നമസ്കാരം. യുറോണംസിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾ എൻ്റെ ഈ ഒരു ഔട്ട്ഫിറ്റൊക്കെ കാണുമ്പോൾ വിചാരിക്കും ഇതെന്താ സംഭവം എന്നുള്ളത്. ഒന്നുമില്ല, ഒരു ചെറിയ ട്രാവൽ വ്ലോഗ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒരുക്കത്തിലാണ്. സൈക്കിളിലാണ് വ്ളോഗ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഞാനൊരു സൈക്കിളൊക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ സൈക്കിളിൽ പെരുമണ്ണയിൽ നിന്ന് രാമനാട്ടുകര വരെ ഒരു യാത്ര. അപ്പോൾ അതിൽ നമ്മളിങ്ങനെ ആ യാത്രയിൽ കാണുന്ന കാഴ്ചകളും കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചു കൊണ്ട് പോകാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. രാമനാട്ടുകര വരെ വെറുതെ പോവല്ല, ഞാനൊരു പ്രോഡക്റ്റ് വാങ്ങാൻ വേണ്ടിയിട്ടുള്ള പോക്കാണ്. അതിൻ്റെ ഭാഗമായിട്ടൊരു വ്ളോഗായിട്ട് പോയാലോ എന്ന് ഉദ്ദേശിക്കുകയാണ്. സൈക്കിളിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഒരു വെറൈറ്റി ആവല്ലോ, അങ്ങനെയും കരുതുന്നുണ്ട്. സൈക്കിൾ വാങ്ങിയിട്ട് കുറേ ആയി, ഒരു 2 മാസത്തോളമായി. പക്ഷെ ഞാനത് ഉപയോഗിക്കുന്നത് കുറവാണ്. അതുകൊണ്ട് തന്നെ ഇത് ഉപയോഗിക്കാത്തത് കൊണ്ടുള്ള കുറച്ച് പ്രയാസങ്ങളൊക്കെ ഉണ്ട്. കുറച്ച് ലോങ് ആണ്, ഇവിടുന്ന് ഏകദേശം 10-12 കിലോമീറ്റർ ഉണ്ട് രാമനാട്ടുകരയ്ക്ക്. അപ്പോൾ നമുക്ക് രാമനാട്ടുകര വരെ ഒന്ന് പോയി നോക്കാം. അതിന് മുൻപായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഈ ചാനൽ, ഈ യൂട്യൂബ് ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് രാമനാട്ടുകരയ്ക്ക് പോയാലോ. അപ്പോൾ ഇതാണ് എൻ്റെ സൈക്കിള്. ഡെക്കാത്ലോണിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതാണ്. റിവർ സൈഡ് 500 എന്ന് പറയുന്ന സൈക്കിളാണ്, ഗിയറുള്ള സൈക്കിളാണ് കേട്ടോ. അപ്പോൾ നമുക്ക് സൈക്കിളിൽ ഒരു ട്രിപ്പ് രാമനാട്ടുകര വരെ പോയി വരാം. അപ്പോൾ നമ്മൾ പോവാണ്, വീട്ടിൽ നിന്ന് ഇറങ്ങി ഇനി ഇങ്ങനെ പോയിട്ട് പെരുമണ്ണയിലേക്ക് പോവാതെ പാറക്കണ്ടത്ത് നിന്ന് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞിട്ട് ആണ് പോകുന്നത്. ബസ് വരുന്നുണ്ട്. നല്ലൊരു ട്രിപ്പ് ആവട്ടെ എന്ന് വിചാരിക്കുന്നു. കുറേ ദിവസമായിട്ട് സൈക്കിൾ എടുത്തിട്ടില്ല, അതുകൊണ്ട് തന്നെ നല്ല കിതപ്പൊക്കെ ഉണ്ടാവും. ഗിയറുള്ള വണ്ടി ആയതുകൊണ്ട് കുറച്ചുകൂടെ എളുപ്പമാണ് ചവിട്ടാനൊക്കെ. അപ്പോൾ നമ്മളെ നാടിൻ്റെ പലരും നോക്കൂട്ടോ. എൻ്റെ ഈ ഒരു ഔട്ട്ഫിറ്റ് എന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ പോകുന്ന ഒരാളല്ല, അതുകൊണ്ട് തന്നെ എല്ലാവരും നോക്കും. ശ്വാസമൊക്കെ പിടിക്കുന്നുണ്ടാവും, ശ്വാസമൊക്കെ റെക്കോർഡ് ചെയ്യപ്പെടും. അപ്പോൾ അത് സദയം ക്ഷമിക്കുക, സൈക്കിളിലെ യാത്ര ആയതുകൊണ്ട്. ഇതാണ് പൊയിൽത്തായം. നമ്മളൊരു വ്ളോഗ് ചെയ്തിട്ടുണ്ട് രാത്രിയിൽ, ഇതേപോലെ പെരുവണ്ണയിലേക്ക് വരുന്നൊരു വ്ളോഗ് ചെയ്തിട്ടുണ്ട്. കോഴിക്കോട് നിന്ന് പെരുവണ്ണയിലേക്ക് വരുന്ന വ്ളോഗാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഗിയർ ഷിഫ്റ്റ് ചെയ്യണത് ഒരു പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കയറ്റത്തിൽ ഇടേണ്ടത് നമ്മൾ കയറ്റത്തിൽ തന്നെ ഇട്ടിട്ടില്ലെങ്കിൽ കയറ്റം കയറില്ല. അപ്പോൾ ഗിയർ ഷിഫ്റ്റ് ചെയ്തിട്ട് നോക്കണം, കറക്റ്റായിട്ട് അത് ശ്രദ്ധിച്ചിട്ട് തന്നെ പോകേണ്ടതുണ്ട്. നല്ല കിതപ്പുണ്ട്. ഇതൊക്കെ റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ട് എന്നാണ് വിചാരിക്കുന്നത്. രാമനാട്ടുകര വരെ 12-ലധികം കിലോമീറ്ററുകൾ ഉണ്ടാവാനാണ് സാധ്യത. ഇതാണ് പാറക്കണ്ടം ജംഗ്ഷന്. പാറക്കണ്ടം ജംഗ്ഷന് ലെഫ്റ്റിലേക്കാണ് നമുക്ക് പോകേണ്ടത്. അപ്പോൾ ഞാൻ ലെഫ്റ്റിലേക്ക് തിരിയാണ്. ഏതായാലും ഇതൊരു പുതിയ അനുഭവം കേട്ടോ. ഇങ്ങനെ ഒരു വ്ളോഗ് ചെയ്തിട്ട് പകല്, അതും ഞങ്ങളുടെ നാട്ടിലൂടെ പോവാന്ന് പറഞ്ഞാൽ, ഞങ്ങളുടെ നാട്ടിലൂടെ പോവാന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക വൈബാണ്. നല്ല കിതപ്പുണ്ട് കേട്ടോ. ഈ ഒരു സൈക്കിളിനെ പറ്റി പറയുകയാണെങ്കിൽ, ഈ സൈക്കിളായിട്ട്
നമുക്ക് എത്ര ലോങ് വേണമെങ്കിലും പോവാം. ചവിട്ട ഈ ഒരു സൈക്കിളിനെ പറ്റി പറയുകയാണെങ്കിൽ സൈക്കിളായിട്ട് എത്ര ലോങ് വേണമെങ്കിലും നമുക്ക് പോകാൻ പറ്റും. ചവിട്ടാനുള്ള ആരോഗ്യം ഉണ്ടായാൽ മതി. നല്ല കിതക്കുണ്ട്. ഒന്നും വിചാരിക്കണ്ട. സൈക്കിള് സ്ഥിരമായിട്ട് എടുത്ത് ഓടിക്കുന്ന ഒരാളാണെങ്കിലും കായികപരമായിട്ട് അധ്വാനിക്കുന്ന ഒരാളാണെങ്കിലും അത്യാവശ്യം കിതയ്ക്കാതെ നല്ല രീതിയിൽ സൈക്കിൾ ഓടിക്കാൻ പറ്റും. പക്ഷേ അങ്ങനെ ഒരു കായിക അഭ്യാസങ്ങളൊന്നുമില്ല. കായികപരമായിട്ടുള്ള ആരും എന്തെങ്കിലും ഒരു ഇതിൽ ഏർപ്പെടുന്നുമില്ല. പിന്നെ അധ്വാനമുള്ള ഒരു വർക്കും ചെയ്യുന്നില്ല കുറേ കാലമായിട്ട്. എക്സസൈസ് പോലും ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അത്ര ഒരു ശാരീരിക ക്ഷമത ഉണ്ടാവില്ല, കിതപ്പുണ്ടാവും. ഞാൻ ഒരു സൈക്കിൾ എടുത്തതിന് ശേഷം വാങ്ങിയതിന് ശേഷം ഒരു 10-15 പ്രാവശ്യം മാത്രമാണ് സൈക്കിൾ എടുത്തിട്ട് എങ്ങോട്ടെങ്കിലും പോയിട്ടുള്ളത്. 30 കിലോമീറ്റർ വരെ അപ്പ് ആൻഡ് ഡൗൺ ആയിട്ട് പോയിട്ടുണ്ട്. ഇതാണ് തെക്കേപ്പാടം. തെക്കേപ്പാടം എന്ന് പറയുന്നത് മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ്. വയലുകളൊക്കെ ആയിട്ട് അവിടെ ഇരിക്കാനൊക്കെ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഇത്രത്തോളം റെക്കോർഡ് ചെയ്ത് കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കാർഷിക രംഗത്തേക്കുള്ള ട്രാക്ടറല്ലേ അതന്നെ. തെക്കേപ്പാടത്തൂടെ നമ്മൾ മണക്കടവ് വഴി, പിന്നെ എന്താണ് സ്ഥലത്തിൻ്റെ പേര്, അഴിഞ്ഞിലത്തേക്ക് ഹർപ്പുഴ പാലം കടന്നിട്ട് അങ്ങനെയാണ് പോണത്. അതിനിടയ്ക്ക് മണക്കടവൊക്കെ നല്ല രസമുള്ള സ്ഥലമാണ്. ചാലിയാർ പുഴൻ്റെ ഒരു സൈഡാണ്. പക്ഷേ സ്പീഡിൽ ചവിട്ടാണ് കേട്ടോ. ഒന്നുമല്ല, വെറുതെ വീഡിയോ ലെങ്ത് ആക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ്. ഫസ്റ്റ് അനുഭവം ആയതുകൊണ്ട് വീഡിയോ ഒക്കെ റെക്കോർഡായി വരുന്നുണ്ടോ എന്നുള്ളതൊക്കെ ഡൗട്ടിലാണ്. പിന്നെ സമയം ഉച്ചയാവാനായി. 10 മണി കഴിഞ്ഞു. അതിൻ്റെ ഒരു വെയിലിൻ്റെ ചൂടുണ്ട്. അപ്പോൾ നമ്മൾ മണക്കടവിലേക്ക് ഇങ്ങനെ പ്രവേശിക്കും. കയറ്റാണ് കേട്ടോ. ഗിയറുള്ളത് കൊണ്ടുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഏത് കയറ്റം നമുക്കിങ്ങനെ ഇരുന്ന് ചവിട്ടി കയറാം. ഒരു സൈഡിൽ ചാലിയാർ പുഴയൊക്കെ കാണാം. ക്യാമറ അങ്ങോട്ട് തിരിക്കാൻ പറ്റാത്തതിനെ കൊണ്ട് ഞാൻ ഈ ശ്വാസം എന്താ ചാലിയാർ പുഴ, മണക്കടവ് ചാലിയാർ പുഴയാണ് ഈ കാണുന്നത്. നല്ല കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ഏരിയ.
ഈ പുഴൻ്റെ ഒരു തീരത്തായിരുന്നു ഞങ്ങളെ പഴയ വീട്. കിതപ്പ് നല്ലോണം ഉണ്ട്, അതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളമൊക്കെ കുടിക്കുന്നത് നല്ലതാണ്. അപ്പം എന്നാൽ ഇവിടുന്ന് വീണ്ടും കുറച്ചുകൂടി രാവിലെ ഇറങ്ങണം എന്നായി കരുതിയത്. പക്ഷേ രാവിലെ ഇറങ്ങാൻ പറ്റിയില്ല, നല്ല തണുപ്പാണ് രാവിലെ. മടി സ്വതവേ കൂടുള്ളതുകൊണ്ട് രാവിലത്തെ ഇറക്കം പ്രയാസമായിപ്പോയി. ഇവിടെ എന്തൊക്കെയോ വർക്ക് നടക്കുന്നുണ്ട്. മനോഹരമായ ചാലിയാറിൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു യാത്ര, എന്താ രസമുള്ള സ്ഥലം. വെയിലുണ്ട്, മഴ ഒക്കെ പരിചയമുള്ള ആളുകളാണ്. അതുകൊണ്ടിപ്പോൾ ബന്ധുക്കാരൊക്കെ ഉണ്ട് ഈ വഴിക്ക് പോയാൽ. മണക്കടവ് ബസ് സ്റ്റാൻഡാണ് കേട്ടത്. ഇവിടുന്ന് ഇതിലെ പന്തീരങ്കാവിലേക്ക് പോകുന്ന വഴി ബസ്സുകൾ പോകുന്നതാണ്. പെരുമണ്ണ വേറെ ബസ് സ്റ്റാൻഡുണ്ട്. കുറേ കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട്, പക്ഷേ ഓരോരുത്തർ കാണുമ്പോൾ ഇങ്ങനെ തലയാട്ടി കൊടുക്കേണ്ടി വരും. പരിചയമുള്ള ആളുകളാണ്, അപ്പോൾ സംസാരം അവിടെ കട്ടാവും. ഏതായാലും ഇതൊരു സ്റ്റാർട്ടിങ് അല്ലേ, പതുക്കെ പതുക്കെ ഒരു കേരള യാത്രയൊക്കെ പ്ലാൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഏറെ വൈകാതെ ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് കേരളം മൊത്തം സൈക്കിളിൽ കറങ്ങുന്ന, ഷെഡ്യൂൾ ചെയ്തിട്ടുള്ള പരിപാടിയൊന്നുമല്ല, ഷെഡ്യൂൾ ചെയ്യാതെ തന്നെ ഘട്ടം ഘട്ടമായിട്ടുള്ള പരിപാടികൾ, യാത്ര. ഇതിന് ലെഫ്റ്റിലേക്കൊരു വഴിയുണ്ട്. ഇത് ഷോർട്ട് വഴി ആണ്. ആ വഴിക്ക് നമ്മൾ നേരെ പോവുകയാണെന്നുണ്ടെങ്കിൽ പന്തീരങ്കാവ് ഭാഗത്തേക്കാണ് എത്തുക. അവിടുന്ന് പിന്നെയും കുറേ ഇങ്ങോട്ടേക്ക് ഓടണം, അറപ്പേൻ്റെ ഭാഗത്തേക്ക്. ഇതാകുമ്പോൾ അത്ര ബുദ്ധിമുട്ടില്ല. ഇവിടെ റോഡ് പണി നടക്കുന്നുണ്ട്, ടയർ പണിയാവില്ലേക്കും. ഏതായാലും പോയി നോക്കാം. സൈക്കിളിൻ്റെ ടയറിന് പണി കിട്ടുമെന്നറിയില്ല, ഓഫ് റോഡാണ്. ഇത് ഹൈബ്രിഡ് സൈക്കിളാണ്, അതുകൊണ്ട് തന്നെ കുറേയൊക്കെ ഓഫ് റോഡിലും നല്ല റോഡിലും കുറേയൊക്കെ പോവാം. പക്ഷേ അങ്ങനെ പോവാതിരിക്കുകയാണ് നല്ലത്. കാരണം നമ്മുടെ സൈക്കിളിൻ്റെ ടയറിൻ്റെ ഒരു കാലാവധി ആവുന്നതിന് മുമ്പേ ടയറിന് പണി കിട്ടും. കുറച്ച് ഭാഗമല്ലേ ഉള്ളൂ, ഇനിയും ഉണ്ടാവും കേട്ടോ. ഈ റോഡ് കാലാകാലമായിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കുണ്ടും കുഴിയായിട്ടും പണിയെടുപ്പിച്ചിട്ടും അങ്ങനെയൊക്കെയുള്ള റോഡാണ്. അധികം ആളുകളും ഷോർട്ട് കട്ടായിട്ട് ഉപയോഗിക്കുന്ന റോഡാണ്. സൈക്ലിംഗ് അത് വല്ലാത്തൊരു അനുഭവമാണ്. മണക്കടവ് തച്ചമ്പലത്ത് ശ്രീ ഭഗവതി ക്ഷേത്രം. ചേനാംകുന്ന് മഹാശിവക്ഷേത്രം. ഇതൊറ്റ ലെങ്ത്തിൽ വീഡിയോ എടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ എടുത്ത് ചെസ്റ്റ് മൗണ്ടിലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ചെസ്റ്റിൽ നിന്ന് എടുത്ത് പിന്നെയിട്ട് ഇങ്ങനെ കളിക്കുമ്പോൾ സമയം പോകും. അതുകൊണ്ടാണ് കഴിയുന്നതും വെയിലിന് ചൂട് കൂടുന്നതിന് മുൻപേ രാമനാട്ടുകര പിടിക്കണം. ഹൈവേ ഒക്കെ ഉണ്ട്, നമ്മളെ പുതിയ ഹൈവേ, അതിലൂടെ അങ്ങനെ പോകേണ്ടതാണ്. ഈ വഴിയൊക്കെ ഉള്ള വീടുകളൊക്കെ ഉള്ള ആളുകളുണ്ടെങ്കിൽ, ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഈ ഒരു കാഴ്ചകൾ കാണാൻ പറ്റും.
അവരുടെ വീടിൻ്റെ ഒക്കെ മുമ്പ് കൂടെ ആയിരിക്കല്ലേ ഞാൻ പോകുന്നുണ്ടാവുക. കിതപ്പ് മാറിയാലേ സംസാരിക്കാൻ കൂടുതൽ കഴിയുള്ളൂ കേട്ടോ. ഞാൻ ഈ ഒരു വീഡിയോയിൽ മ്യൂസിക്കൊന്നും ഇടൂല, നാച്ചുറൽ സൗണ്ട് തന്നെ ആയിരിക്കും. നാച്ചുറൽ സൗണ്ട് എന്ന് പറയുമ്പോൾ ഞാനിതിൻ്റെ നോയിസ് ക്യാൻസലേഷൻ മൈക്കിൻ്റെ ഓണാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുറേയൊക്കെ സൗണ്ട് കട്ടാവും. എന്നിരുന്നാലും കുറച്ചൊക്കെ ഉണ്ടാവും. ഇതുപോലെ വ്ളോഗൊന്നും ചെയ്തിട്ടില്ലെങ്കിലും എല്ലാവരും സൈക്ലിങ്ങോ അതേപോലെയുള്ള എന്തെങ്കിലും സ്പോർട്സ് ആക്ടിവിറ്റീസൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. കാരണം നമ്മൾ ഇന്നത്തെ കാലത്ത് ഫുള്ള് ഫാസ്റ്റ് ഫുഡൊക്കെ കഴിച്ച് ഭക്ഷണമൊക്കെ ക്രമത്തിലധികം കഴിച്ച്, മുൻപൊക്കെ ഒരു ബിരിയാണി നെയ്ച്ചോറൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കല്യാണം തക്കാരൊക്കെ വേണം. ഇന്ന് എന്നും കല്യാണം തക്കാരാണ്. അതിൻ്റെ പുറമെ തന്നെ നമ്മൾ പുറത്തൊക്കെ പോയിട്ട് ഫാസ്റ്റ് ഫുഡൊക്കെ നന്നായിട്ട് തട്ടുന്ന ആളുകളുമാണ്. അപ്പോൾ അതൊക്കെ നമ്മളെ ശരീരത്തിന് എത്രമാത്രം ഗുണമാവും എന്നുള്ളത് ഓരോരുത്തരും ചിന്തിച്ചാൽ മനസ്സിലാവുന്ന കാര്യമാണ്. അസുഖങ്ങളെ കൂട്ടുകാരാണ് നമ്മളൊക്കെ. ദിവസവും എന്തെങ്കിലും ഒരു അസുഖങ്ങൾ നമുക്കുണ്ടാവും. രോഗപ്രതിരോധ ശേഷി കുറവാണ്. അങ്ങനെയൊക്കെ വരുന്നത് കൊണ്ട് ഇവിടെ റോഡ് ലേശം മോശമാണ്. അങ്ങനെയൊക്കെ വരുന്നതുകൊണ്ട് ഇതേപോലെ ശരീരത്തിന് എന്തെങ്കിലും ഒരു വ്യായാമം കൊടുക്കുക. അങ്ങനെ നമ്മളെ നമ്മൾ ആരോഗ്യം നമ്മൾ സംരക്ഷിക്കുക. അപ്പോൾ വീണ്ടും ഒരു കയറ്റം. പക്ഷേ കയറ്റം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയമുള്ള കാര്യമല്ല. ചവിട്ടാനുള്ള ആരോഗ്യവും ഗിയറും ഉണ്ടെങ്കിൽ, സൈക്കിളിന് ഗിയറും ഉണ്ടെങ്കിൽ ഏത് കയറ്റവും നമ്മൾ ഇരുന്ന് ചവിട്ടി കയറ്റും. ഞാനിപ്പോൾ ഇരുന്ന് ചവിട്ടിയിട്ട് കയറ്റുകയാണ്. ഇതാ എത്ര മനോഹരമായ കയറ്റമാണ് കയറിയത്. കുണ്ടും കുഴിയൊക്കെയുള്ള ഇവിടേക്ക് കക്കോറ എന്ന് പറയാം. ഒളവണ്ണ പഞ്ചായത്തിൻ്റെ വില്ലേജ് ഓഫീസ് കുന്തിരങ്കാവ് അതിവിടെയാണ്. ഞാൻ എൻ്റെ ഫോണിൽ ഒരു വീഡിയോ എടുക്കട്ടെ. ഇപ്പോൾ നമ്മൾ പോവേണ്ട വഴി ഇതാണ്. അപ്പം ഇങ്ങനെ പോന്നു കഴിഞ്ഞാൽ ഇതാണ് വില്ലേജ് ഓഫീസ്. ചാലിയാർ പുഴൻ്റെ തീരത്ത് ബാക്കിൽ കാണുന്നത് പുഴയാണ്. അപ്പോൾ ഇനി നമുക്ക് വീണ്ടും യാത്ര ചെയ്യാം. അടുത്തതൊരു കയറ്റാണ്. കയറ്റം നമുക്കൊരു വിഷയമല്ല. ഏത് കയറ്റവും നമ്മളിങ്ങനെ ഇതേപോലെ ചവിട്ടി 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 കയറും. പാട്ട് പാടണമെന്നുണ്ട്, ഒന്നാം മല കയറി പോകണ്ടെന്നുള്ള പാട്ട്. പക്ഷേ പാട്ട് മുഴുമിപ്പിക്കാൻ പറ്റൂല. കിതപ്പ് അതിന് മാത്രമുണ്ട്. ഈ വീഡിയോക്ക് ഞാൻ ചിലപ്പോൾ മിക്കവാറും ഒരു ക്യാപ്ഷൻ കൊടുക്കേണ്ടി വരിക, കിതച്ച് കിതച്ച് രാമനാട്ടുകര വരെ എന്നായിരിക്കും. അതന്നെ, കിതച്ച് കിതച്ച് രാമനാട്ടുകര വരെ. ഒരു സ്റ്റാർട്ടിങ് വീഡിയോ ആയതുകൊണ്ടാണ് കേട്ടോ. ഒരുപാട് സ്ഥലങ്ങൾ ഇവിടെ കാണിക്കാനുണ്ട്. പക്ഷേ സമയം ഉച്ചയാകുമ്പോഴേക്കും രാമനാട്ടുകര പിടിക്കണം. അപ്പോൾ നമ്മൾ അറപ്പുഴ പാലത്തിനടുത്തേക്ക് എത്താണ്. ബൈപ്പാസാണ്. ഇനി അങ്ങോട്ടേക്കുള്ള യാത്ര ബൈപ്പാസിലൂടെ.
പിന്നെ അങ്ങോട്ടേക്കുള്ള യാത്ര ബൈപ്പാസിലൂടെ പോകാം. നല്ലോ ശ്രദ്ധിച്ച് പോകേണ്ട ഒരു ഏരിയ ആണ്. കാരണം വേറൊന്നല്ല, ഇവിടെ ഒരു റോഡ് ക്രോസ് കണ്ടില്ല, ഈ ഒരു ക്രോസിങ് ഇതില്ലായിരുന്നു ആദ്യം. ഇത് ഇവിടെ ഉണ്ടായിരുന്നു ഈ ക്രോസിങ്. രണ്ട് ഭാഗവും ഓപ്പൺ ആണ് പാലത്തിൻ്റെ ആ സമയത്ത്. ഇപ്പോൾ ഞാനിപ്പം കയറിയ വഴിയിലേക്ക്, ഞാനിപ്പോൾ അർപ്പഴയിലേക്ക് കയറിയില്ലേ, ബൈപ്പാസിലേക്ക് കയറിയില്ലേ, ഈ വഴിയിലേക്ക് ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോകുന്ന ഒരു ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന സ്കൂട്ടറുകാർ വണ്ടി തട്ടി, അതിലൊരാൾ മരണപ്പെട്ടു, ഒരാളിപ്പോൾ സൈഡായിട്ട് കിടപ്പിലാണ്. ആരോഗ്യത്തിനൊക്കെ വലിയ ബുദ്ധിമുട്ടുണ്ട്. എൻ്റെ ഒരു സുഹൃത്ത് കൂടിയായിരുന്നു ഇപ്പോൾ കിടപ്പിലുള്ള ആൾ. മരണപ്പെട്ട ആൾ കുറച്ച് പ്രായമുള്ള ആളായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ഹൈവേയിലൂടെ പോകുന്ന സമയത്ത് എന്നെപ്പോലെയുള്ള സൈക്കിളൊക്കെ ചവിട്ടി പോകുന്ന ആളുകളാണെങ്കിൽ നല്ലോണം ശ്രദ്ധിക്കണം. എല്ലാ വാഹനവും, ഏത് വാഹനം ഓടിക്കുന്ന ആളുകളാണെങ്കിലും ശ്രദ്ധിക്കണം. അതിന് പുറമെ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. അല്ലെങ്കിൽ ഇതുപോലുള്ള അപകടങ്ങളിൽ നമ്മൾ പെടും. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഈ റോഡിലേക്ക് കയറാം. ഇനി നമ്മൾ പാലത്തിൻ്റെ താഴത്തു കൂടെ വേണമെങ്കിൽ പോവാം, അല്ലെങ്കിൽ പാലത്തിൻ്റെ മുകളിൽ കൂടെ പോവാം. ഞാൻ പാലത്തിൻ്റെ താഴെ കൂടാണ് പോകുന്നത്. പാലത്തിൻ്റെ മുകളിൽ കൂടെ പോയിട്ട് നമുക്ക് കാണാനൊന്നുമില്ലല്ലോ. പറപ്പഴ പാലം കഴിഞ്ഞ് അയഞ്ഞിലത്തേക്കാണ് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. യാത്രക്കാരായിട്ടുള്ള ആളുകൾക്കൊക്കെ ഫുഡ് കഴിക്കാനുള്ള ഹോട്ടലുകൾ ഈ സൈഡിലുണ്ട്. പിന്നെ ആർട്ടിഫിഷ്യൽ പൂക്കൾ, ചെടികളൊക്കെ ഇതാ ഇവിടെ കിട്ടുന്നതാണ്. കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. സൈഡിലേക്ക് ക്യാമറയ്ക്ക് വ്യൂ ഇല്ല, ദൂരെ നിന്നുള്ള കാഴ്ചകളെ പിടിക്കലുണ്ടാവുള്ളൂ. പഴിഞ്ഞിലം ജംഗ്ഷൻ, അഴിഞ്ഞിലം ജംഗ്ഷനിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ജംഗ്ഷൻ നമ്മൾ നേരെ റൈറ്റിലേക്ക് പോയാൽ, അത് ആ കാറ് വരുന്നത് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആ വഴിക്ക് നേരെ റൈറ്റിലേക്ക് പോയാൽ ഫറൂഖ് കോളേജ്, ഫറൂഖ് ചുങ്കത്ത് നമ്മളെത്തും. ഇവിടുന്ന് നേരെ ലെഫ്റ്റിലേക്ക് പോയാൽ കാരാട് ഭാഗം, അവിടേക്കാണ് എത്തുക. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ്. വഴയൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ ഭാഗമായിട്ടുള്ള സ്ഥലമാണെന്ന് തോന്നുന്നുണ്ട്. റെക്കോർഡിംഗ് ഒക്കെ നടക്കുന്നുണ്ടാവുമായിരിക്കില്ലേ, ഒന്നും അറിയില്ല. റെക്കോർഡിംഗ് നടക്കണില്ലെങ്കിൽ ഞാൻ ഈ സംസാരിച്ചതും നമ്മൾ ഈ കണ്ട കാഴ്ചകളും നിങ്ങൾ കാണലുണ്ടാവില്ലല്ലോ റെക്കോർഡിങ് നടന്നിട്ടില്ലെങ്കിൽ. അപ്പം ഞാൻ കണ്ട കാഴ്ചകളൊന്നും നമ്മളെ വീഡിയോയിൽ ഉണ്ടാവില്ല. റെക്കോർഡിങ് നടക്കുകയാണെങ്കിൽ അതെല്ലാം വീഡിയോയിലുണ്ടാവും. അപ്പോൾ നമ്മൾ യാത്ര തുടങ്ങിയിട്ട് എത്ര ടൈമായിരിക്കും? ഒരു 10-15-20 മിനിറ്റിൻ്റെ അടുത്തായി ഉണ്ടാവില്ലേ? ഏതോ ഒരു വലിയ ബസ് വരുന്നുണ്ട്, സൈഡിലേക്ക് ആക്കട്ടെ. ലോറിയാണ്, ലോറി. ബാക്കിലേക്ക് നോക്കിയിട്ടില്ല. ഇത് സർവീസ് റോഡാണ്, ഹൈവേ അല്ല. രാമനാട്ടുകര കൊച്ചി നമ്മൾ വലത്തോട്ട് കയറാം. എൻട്രി ഓൺലിയിൽ കയറിയിട്ട് പോയാൽ അങ്ങനെ പോവാം. നമുക്ക് ഏതായാലും കുറച്ച് നേരം ഇനി ഹൈവേയിലൂടെ പോവാം. ഭാരത് ബെൻസിൻ്റെ ഒരു ഷോറൂമാണിത്, വിത്ത് സർവീസ് സെൻ്റർ ആണെന്നാണ് തോന്നുന്നത്.
കാറാരന് നമ്മൾ സിഗ്നൽ കൊടുത്തിട്ടുണ്ട്. പക്ഷേ നമ്മളെക്കാൾ വേഗത കൂടിയ വാഹനമായതുകൊണ്ട് കാറാരന് സിഗ്നലിൻ്റെക്കാൾ പ്രധാനം മുൻപോട്ട് പോവലായതുകൊണ്ട് അദ്ദേഹം ഓണൊക്കെ അടിച്ച് അപ്പോൾ നമ്മൾ സൈഡാക്കി. അങ്ങനെ അവർ മുൻപിൽ പോയി, നമ്മൾ പിറകിൽ ഇങ്ങനെ പോവാണ്. വീഡിയോയിൽ മ്യൂസിക്കൊക്കെ ഇട്ടിട്ട് കാണിക്കുകയാണെങ്കിൽ നല്ല രസമൊക്കെ ഉണ്ടാവും, മതിയാകും. പക്ഷേ ഞാൻ വീഡിയോയിൽ മ്യൂസിക് ഉപയോഗിക്കാൻ താല്പര്യപ്പെടാത്ത ഒരാളാണ്. കാരണം വീഡിയോയിൽ മ്യൂസിക് ഉപയോഗിച്ചാൽ ചിലപ്പോൾ ആ വീഡിയോ നമുക്ക് ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കേണ്ടി വരും. അതിൻ്റെ കാരണം കോപ്പിറൈറ്റ് കുടുങ്ങിയാലോ എന്നുള്ളതാണ്. ഞാൻ ഒരേ സമയം വീഡിയോകൾ എൻ്റെ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഇടുന്നുണ്ട്. അപ്പോൾ ഫേസ്ബുക്കിലിടുന്ന മ്യൂസിക് യൂട്യൂബിലേക്ക് പറ്റില്ല, യൂട്യൂബിലെ മ്യൂസിക് ഫേസ്ബുക്കിനും ചിലപ്പോൾ പറ്റിക്കൊള്ളുന്നില്ല. അപ്പോൾ അവർ കോപ്പിറൈറ്റ് തരും. അപ്പോൾ നമ്മൾ ഈ അധ്വാനിച്ചെടുത്ത വീഡിയോ ചിലപ്പം ഡിലീറ്റ് ചെയ്യേണ്ടി വരും. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, ആ ഒരു വീഡിയോയിലുള്ള സൗണ്ടൊക്കെ മ്യൂട്ടാക്കിയിട്ട്, മ്യൂസിക്കൊക്കെ മ്യൂട്ടാക്കിയിട്ട് നമുക്ക് ആ വീഡിയോ അവിടെ തന്നെ വെക്കേണ്ടി വരും. മ്യൂസിക് മ്യൂട്ടാക്കുന്ന സമയത്ത് വോയിസ് മ്യൂട്ടാക്കേണ്ട സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ ആ വീഡിയോനെ കൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല. അപ്പം അങ്ങനെയൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ. പിന്നെ ഇപ്പം ഞാൻ രാമനാട്ടിലേക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ, ഞാൻ ഈ ചാനൽ തുടങ്ങിയ സമയത്ത് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും മതി, വെസ്റ്റീജ് എന്ന് പറയുന്ന ഒരു കമ്പനീൻ്റെ കുറേ വീഡിയോകളായിരുന്നു ഞാൻ ഇട്ടിരുന്നത്. പ്രൊഡക്റ്റിൻ്റെ വീഡിയോകൾ, അതിൻ്റെ പ്ലാൻ്റൊക്കെ വീഡിയോകൾ. ആ വെസ്റ്റീജ് കമ്പനിയിൽ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനിയാണ്. ആ കമ്പനിയിൽ നിലവിൽ ഞാൻ വർക്ക് ചെയ്യുന്നില്ല. പക്ഷേ അതിൻ്റെ കുറച്ച് പ്രോഡക്റ്റുകൾ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ടൂത്ത് പേസ്റ്റാണ്. ആ ടൂത്ത് പേസ്റ്റ് നല്ല പേസ്റ്റാണ്. ഇപ്പം എൻ്റെ വൈഫിന് വായിൽ പുണ്ണൊക്കെ ഉണ്ടാകുമ്പോൾ അതുപയോഗിച്ചപ്പോൾ ഇപ്പോൾ പുണ്ണിൻ്റെ ആ ഒരു പ്രയാസം ഉണ്ടാവില്ല. ആദ്യം ഉണ്ടായിരുന്നതാണ് പുണ്ണ്. ഈ ഒരു പേസ്റ്റ് ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോഴാണ് ആ പുണ്ണിന് ശമനം വന്നത്. പിന്നെ അത് തീരെ ഇല്ലാണ്ടായി. അപ്പോൾ ആ പേസ്റ്റ് തീരുമ്പോഴേക്കും വൈഫ് പറയും അത് വാങ്ങണില്ലേ എന്നുള്ളത്. അപ്പം നേരെ വരും. രാമനാട്ടുകരാണ് അതിൻ്റെ DLCP അഥവാ ഷോപ്പുള്ളത്. അവിടെ നിന്ന് വേണം പർച്ചേസ് ചെയ്യാൻ, അല്ലെങ്കിൽ അത് ഓൺലൈനിൽ പോയിട്ട് പർച്ചേസ് ചെയ്യേണ്ടതുണ്ട്. ഞാൻ രാമനാട്ടിൽ വന്നിട്ടാണ് പർച്ചേസ് ചെയ്യുക. വാങ്ങുമ്പോൾ ചിലപ്പോൾ ഒരു അര ഡസൻ അല്ലെങ്കിൽ ഒരു ഡസനൊക്കെ വാങ്ങും. കാരണം കൂടുതൽ മെമ്പേഴ്സുള്ള വീടാണ്. അപ്പോൾ ഒന്നൊക്കെ വാങ്ങിക്കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെയും ഇങ്ങനെ വരേണ്ടി വരും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വാങ്ങാത്തത്. ഇപ്പം ഏകദേശം കഥകൾ പറഞ്ഞ് കാഴ്ചകൾ കണ്ട് രാമനാട്ടുകര നമ്മൾ എത്തിയിട്ടുണ്ട്. രാമനാട്ടുകര ഓവർ ബ്രിഡ്ജാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നമുക്ക് ഓവർ ബ്രിഡ്ജിലേക്ക് കയറേണ്ട ആവശ്യമില്ല. ഓവർ ബ്രിഡ്ജിലേക്ക് നമ്മൾ കയറി കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റി ആ ഭാഗത്തേക്ക് ഇറങ്ങിയിട്ട് അവിടുന്ന് പിന്നെ റൈറ്റിലേക്ക് കയറേണ്ടി വരും. നമ്മൾ ഓവർ ബ്രിഡ്ജിന് താഴത്ത് കൂടുതൽ ഈ എക്സിറ്റ് ഓൺലി പാലക്കാട് എയർപോർട്ടിലേക്കൊക്കെ പോണ ആളുകൾക്ക് എക്സിറ്റ് ചെയ്യാനുള്ള സ്ഥലമാണ്. നേരെ പോകുന്നവർക്കും പോവാം, സർവീസ് റോഡാണ്. അങ്ങനെ ഈ റോഡിലേക്ക് കയറി കഴിഞ്ഞാലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഓവർ ബ്രിഡ്ജിൻ്റെ താഴത്ത് കൂടെ രാമനാട്ടുകരയിലേക്ക് കയറാൻ പറ്റും.
ഓൾറെഡി രാമനാട്ടുകരാണ്. രാമനാട്ടുകര സ്റ്റാൻഡിലേക്ക് കയറാൻ പറ്റുന്ന കാര്യമാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ നമ്മളെ ക്യാമറ നോൺ സ്റ്റോപ്പായിട്ട് വീഡിയോ റെക്കോർഡ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അതുപോലെ നമ്മളെ മൈക്ക് അത് നോൺ സ്റ്റോപ്പായിട്ട് നമ്മളെ സൗണ്ട് ക്യാപ്ചർ ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ക്യാപ്ചർ ചെയ്തിട്ടില്ലെങ്കിലും റെക്കോർഡ് ചെയ്തിട്ടില്ലെങ്കിലും നമ്മളെ ഈ വീഡിയോ കിട്ടാതെയായി പോകും. കിട്ടാതാവല്ലേ. ഇവിടം വരെ ചവിട്ടി ഇവിടെ എത്താന്ന് പറയല് ചെറിയ കാര്യമില്ല. അതും ഒരു അധ്വാനിക്കാത്ത ഒന്ന് ഇളക് പോലും ചെയ്യാത്തൊരു മനുഷ്യന് സൈക്കിൾ ഔട്ടി വരുന്നതല്ലേ. ഇതാണ് രാമനാട്ടുകര ഫ്ലൈ ഓവർ. ഇതിൻ്റെ താഴെ കൂടെ നമ്മൾ നല്ല വെയിലത്ത് നിങ്ങോട്ട് കയറിയപ്പോൾ എന്തൊരു സുഖം, എന്തൊരു ആശ്വാസം, എന്തൊരു സമാധാനം. വീണ്ടും വെയിലത്തേക്ക്. നല്ല തിരക്കാണ്. ഇന്നിപ്പോൾ ശനിയാഴ്ചയൊക്കെ അല്ലേ, വീക്കെൻഡായി തുടങ്ങിയില്ലേ, അതിൻ്റേതായിട്ടുള്ള തിരക്കുകളൊക്കെ ഉണ്ടാവും. അങ്ങനെ രാമനാട്ടുകര ബാറൊക്കെ ഉണ്ട് ഇവിടെ. ഈ ഗൾഫിലൊക്കെ നിന്ന് വീഡിയോ കാണുന്ന ആളുകൾ, അത്യാവശ്യം വെള്ളടിയൊക്കെ ഉള്ള ആളുകൾ ഇങ്ങനെയുള്ള ബാറുകളിലൊക്കെ കയറിയിട്ട് കുറച്ചായിട്ടുണ്ടാവും. പക്ഷെ റൂമിൽ സുലഭമായിട്ട് ഗൾഫിലും കിട്ടും, അതൊക്കെ നമുക്കറിയാം. നമുക്ക് ഇവിടുന്ന് വലത്തോട്ടേക്കുള്ള റോഡിന് ഫറൂഖ് കോളേജ് വഴിക്കുള്ള റോഡിനാണ് കയറേണ്ടത്. എത്തിയിട്ടില്ല. നെക്സ്റ്റ് വേ. ഞാൻ ഈ സൈക്ലിങ്ങിന് കുറേയൊക്കെ ആക്സസറീസൊക്കെ വാങ്ങിയിട്ടുണ്ട്. ലൈറ്റ്, അതേപോലെ ഷോർട്സ്, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ. പ്രധാനപ്പെട്ട ഒരു സാധനം കൂടി വാങ്ങാനുണ്ട്. അത് ഹെൽമെറ്റാണ്. ഹെൽമെറ്റും കൂടി വാങ്ങിയാൽ സൈക്ലിങ്ങിൻ്റെ പാർട്ടിലേക്ക് എനിക്ക് സൈക്ലിങ്ങിൻ്റെ പാർട്ടിലേക്കുള്ള എല്ലാ പ്രോഡക്റ്റും ആവും. ഇപ്പോൾ ഇവിടുന്ന് വലത്തോട്ടാണ്. ഇവിടുന്ന് വലത്തോട്ട് നമ്മൾ നേരെ പോകുന്നത്, നമുക്ക് ഇതിലേ പോയാൽ ഫറൂഖ് കോളേജ് എത്താം. ഇവിടാണ് നമ്മളെ ഷോപ്പ് കേട്ടോ. ഞാൻ കുറച്ച് ഇങ്ങോട്ടേക്ക് വന്നു. ഇതാണ് നമ്മളെ ഷോപ്പ്. വണ്ടി തൽക്കാലം ഇവിടെ നിൽക്കട്ടെ. ഇനി നമ്മൾ കയറ്റം കയറി, സ്റ്റെപ്പ് കയറി, നല്ല ചൂടാ. സ്റ്റെപ്പ് കയറി. ഇതാണ് പ്രസ്റ്റീജ് മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ്. ഇവിടെ കയറാം. ടൂത്ത് പേസ്റ്റ് ഒരു 6 ID നമ്പർ നിങ്ങൾ ഏതെങ്കിലും അടിച്ചോളി. എൻ്റെ ഐ ഡി കട്ടായതാണ്. നിങ്ങൾ ഏതെങ്കിലും ഒന്ന് അടിച്ചാൽ മതി. 6 63 അല്ലേ? 300. ഓക്കെ. ഓക്കെ.
അപ്പോൾ ഇതാണ് നമ്മൾ പേസ്റ്റ്, ഡെൻഡാഷർ എന്ന് പറയുന്ന പേസ്റ്റാണ്. ഇത് DNCP ആണ്, കാണും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം മറ്റൊരു വ്ളോഗിൽ നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.